studying about different rocks and all, isn't it? Next, minerals. How do minerals come to the rocks? Rocks like minerals varudana ariyavo? Namakariam. So there are so much of minerals in the soil. Soil ഒരുപാട് മിനറൽസ് ഉണ്ട്. ഈ സോയിലൊക്കെ ഇങ്ങനെ അടിഞ്ഞു കൂടിയാണ് ആഫ്റ്റർ മില്യൺസ്, നോട്ട് മില്യൺസ്, തൗസൻഡ്സ് ഓഫ് ഇയേഴ്സ് ഇറ്റ് ബിക്കംസ് റോക്സ് നമ്മൾ പഠിച്ചു അല്ലേ. അപ്പോൾ ഓട്ടോമാറ്റിക്കലി അതിനകത്ത് മിനറൽസ് ഉണ്ടായിരിക്കും. As we know, rocks are made up of minerals. Some minerals are metallic and some are non-metallic. നമ്മൾ അതും പഠിച്ചതായിരുന്നു. We studied that we get minerals like iron, aluminum, copper and all from the soil. അതായത് മണ്ണിൽ നിന്നും കല്ലിൽ നിന്നും ഒക്കെയാണ് അലുമിനിയവും പിന്നെ കോപ്പറും ഒക്കെ ഉണ്ടാകുന്നത്. ബട്ട് ദാറ്റ് ഈസ് നോട്ട് ഇൻ ദ പ്യുവർ ഫോം. അത് പ്യുവർ ആയിരിക്കില്ല, എല്ലാം കൂടെ മിക്സ് ആയിട്ടുള്ള ഒരു സംഭവമായിരിക്കും. സോ ദാറ്റ് ഈസ് നോൺ എസ് ഓർ എന്നാണ് അറിയപ്പെടുന്നതിനെ. അതിനെ കുഴിച്ചെടുത്ത് അല്ലെ ഖനനം ചെയ്തെടുത്തതിന് ശേഷം അവര് കെമിക്കലി അത് വേറെ എന്തൊക്കെയോ സാധനങ്ങളൊക്കെ ഉപയോഗിച്ച് ക്ലീൻ ചെയ്ത് പ്യൂരിഫൈ ചെയ്താണ് ഇന്ന് കാണുന്ന നമ്മുടെ കോപ്പർ, അലുമിനിയം, അയൺ ഇങ്ങനെയുള്ള മെറ്റൽസ് ഒക്കെ നമ്മൾ ഉണ്ടാക്കുന്നത്. നിങ്ങള് ഗോൾഡ് ഇല്ലേ, ഗോൾഡ് എന്ന് പറഞ്ഞ അറിയത്തില്ലേ? ഓക്കെ. You wear, yes, you wear earrings, chains, bangles and all, isn't it? Okay. Gold is very costly or precious, means a very costly metal, isn't it? Now I think for 8 gram gold we have to pay 40,000 something or 38,000 something. It will come making charge, including making charge. It will go above. Okay. Hanna Rose is ആരുടെ അത് അടിച്ചു മാറ്റിയത് ഇപ്പം? ഓക്കെ ശരി. അപ്പം ഒരു പവൻ എന്ന് പറയുമ്പോൾ 8 grams ഗോൾഡ് നമുക്ക് കിട്ടണമെങ്കിൽ ഇപ്പോൾ ഒരു 40,000 42,000 സംതിങ് വി ഹാവ് ടു പേ. അത്രയും കോസ്റ്റ്ലി ആണ് അല്ലേ. ഓക്കെ, ഈ ഗോൾഡ് എങ്ങനെ കിട്ടുന്നത് നിങ്ങൾക്ക് അറിയാമോ? ഗോൾഡ് നമ്മൾ മണ്ണിൽ നിന്ന് കുഴിച്ചെടുക്കുകയാണ്. ഇനി ഇന്ന് മുതൽ തൂമ്പ എടുത്ത് പറമ്പിലൊക്കെ കുഴിച്ചു നോക്കുക നിങ്ങളുടെ പറമ്പിൽ ഗോൾഡ് ഉണ്ടോ എന്നുള്ളത് കേട്ടോ. ഓക്കെ, പക്ഷെ കാര്യമില്ല. വെറുതെ കുഴിച്ചിട്ട് എന്ത് കാര്യം? ഒന്നും ഉപകാരം വേണ്ടേ? ഗോൾഡ്, ഡു യു വാണ്ട് ഗോൾഡ്? വേണ്ട, എന്നാ കുഴിക്കണ്ട. ഗോൾഡ് വേണ്ടവരൊക്കെ ഉണ്ട് ഇവിടെ. ജോസി, ഡു യു വാണ്ട് ഗോൾഡ്? വേണ്ടേ? ഏഞ്ചലേ, ഹന്ന, ലക്ഷ്മി പ്രിയ, ഇവിടെ എല്ലാവർക്കും ബോയ്സിനും വേണം അല്ലേ? ഓക്കെ ശരി. അപ്പോൾ എല്ലാ തൂമ്പെടുത്ത് പറമ്പിൽ കളിച്ചെന്നാൽ എല്ലായിടത്തും ഒന്നും ഗോൾഡ് കിട്ടില്ല കേട്ടോ. പറമ്പൊക്കെ കളിച്ചാൽ നല്ലതാണ് കൃഷി. ഓക്കെ, പറമ്പൊക്കെ കിളച്ചാൽ നല്ലതാ, നമുക്ക് കൃഷി എന്തെങ്കിലുമൊക്കെ ചെയ്യാം. പക്ഷെ ഗോൾഡ് എല്ലാ സ്ഥലങ്ങളിലും ഇല്ല. ഗോൾഡ് ഉള്ള സ്ഥലങ്ങളിൽ നമ്മൾ ഇത് ചെയ്യണം, എന്താ പറയാ, റിഫൈനറീസ് എന്ന് വെച്ചാൽ കുഴിച്ചെടുക്കണം. അതേ തുമ്പ എടുത്ത് 2 കള കളിക്കുമ്പോഴേക്കും ഗോൾഡ് ഇങ്ങനെ ഇരിക്കത്തില്ല അവിടെ. വി ഹാവ് ടു ഡിഗ് ഒരുപാട് ആഴത്തിൽ നമ്മൾ കുഴിച്ച് എടുത്തിട്ട് അവിടെ ഇങ്ങനെ ഒരു കമ്മലായിട്ട് ഒരു മാലയായിട്ടും വളയായിട്ടൊന്നും കിടപ്പില്ല. മണ്ണിനോട് ചേർന്ന് മണ്ണിലാണ് അതുള്ളത്. അപ്പൊ അതിനെ എടുത്ത് പിന്നെ പ്യൂരിഫൈ ചെയ്ത് അത് ഗോൾഡ് ആക്കുവാണ് ചെയ്യുന്നത് കേട്ടോ. അല്ലാതെ ഡയറക്റ്റ് ആയിട്ട് ഗോൾഡ് കിട്ടത്തില്ല. നമ്മുടെ കർണാടകയിലെ KGF എന്ന് പറയുന്ന സ്ഥലമുണ്ട്, കോളാർ ഗോൾഡ് ഫീൽഡ്. ഇനി ഇതിൽ കൂടുതൽ അടുക്കൂല അവളെ, വള്ളി ഇത്രേ ഉള്ളൂ. മിസ്സ നല്ലോണം കേൾക്കുന്നുണ്ടല്ലോ. വെള്ളം കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ലായിരുന്നു. മിസ്സ നല്ലോണം കേൾക്കുന്നുണ്ട്. ആർക്കോ കേൾക്കുന്നില്ല, കുറച്ചുകൂടെ അടുപ്പിച്ചു പിടിക്കാൻ പറഞ്ഞു. ഓക്കെ ശരി. ഈ കോളാറില്, കർണാടകത്തിലെ കോളാർ ഡിസ്ട്രിക്റ്റില് KGF എന്ന് പറയും. ശരിക്കും ആക്ച്വലി അത് കോളാർ എന്ന് പറയും കർണാടകത്തിന്റെ കീഴിൽ പെടിയല്ല, തമിഴ്നാടിന്റെ ഒരു ഏരിയയിൽ പെടുന്നതാണ്. കോളാർ KGF എന്ന് പറയുന്നത് കോളാർ ഗോൾഡ് ഫീൽഡ്. അവിടെ ഞാൻ പോയിട്ടുണ്ട്. ഞാൻ അവിടെ ബാംഗ്ലൂർ ജോലി ചെയ്യുന്ന സമയത്ത് കോളാർ ഡിസ്ട്രിക്റ്റിലായിരുന്നു ജോലി ചെയ്തോണ്ടിരുന്നത്. അപ്പൊ ഞങ്ങൾ അവിടെ കാണാൻ ഇങ്ങനെ പോയിട്ടുണ്ട്. അങ്ങോട്ട് എപ്പോഴും നമ്മൾ അങ്ങനെ ആളെയൊന്നും കയറ്റി വിട്ടില്ല. ബട്ട് ഇപ്പൊ അവിടെ ഒരു റിഫൈനറി, അപ്പൊ അവിടെ ഒന്നും നടക്കുന്നില്ല. ബിക്കോസ് അവിടെ ഉണ്ടായിരുന്നൊക്കെ അവർ കുഴിച്ചെടുത്തു ഗോൾഡൊക്കെ. ഇനിയിപ്പോൾ അവിടെയൊന്നുമില്ല. പക്ഷെ വളരെ ആഴത്തിലുള്ള കുഴിയാണ്, വലിയ കുഴിയാണ്. അവിടെ ഈ പറഞ്ഞ പോലെ കുറെ ഗോൾഡിന്റെ ശേഖരം ഉണ്ടായിരുന്നു. പക്ഷെ ഡയറക്റ്റ് ആയിട്ട് ഗോൾഡ് നമുക്ക് അവിടെ നിന്ന് കിട്ടുന്നില്ല. അത് ഡിഗ് ചെയ്ത് കുഴിച്ചെടുത്ത് പിന്നെ ആ മണ്ണൊക്കെ റിഫൈൻ ചെയ്ത് കോസ്റ്റ്ലിയാണ് കുറെ. പിന്നെ ഇപ്പോൾ ഉണ്ട്, ചെറിയ അംശം ഉണ്ടെങ്കിൽ പോലും ഈ പണിയെടുക്കുന്ന വെച്ച് നോക്കുമ്പോൾ ഒരു പവൻ സ്വർണത്തിന് നമ്മൾ പറഞ്ഞ പോലെ
38,000 സംതിങ് വരും. പിന്നെ അതിന്റെ മേക്കിംഗ് ചാർജ് അടക്കം ഒരു 42,000 വരുന്നുണ്ട് അല്ലേ? സ്വർണം ഈ ഇടയ്ക്ക് എങ്ങനെ വാങ്ങിയിട്ടുള്ളവർക്കറിയാം. ഓക്കെ, അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ ഇപ്പോൾ ഈ കോളാർ ഗോൾഡ് ഫീൽഡിൽ പണിയെടുക്കുമ്പോൾ അത്രയും പൈസക്ക് മുതലാകില്ല. കാരണം ഗോൾഡ് ഡയറക്റ്റ് ആയിട്ട് കിട്ടില്ല. കിട്ടുന്നത് പിന്നെ പ്യൂരിഫൈ ചെയ്ത് ഈ ഓർസ് പ്യൂരിഫൈ ചെയ്തൊക്കെ എടുക്കണമെങ്കിൽ ഒരുപാട് പ്രൊസീജിയേഴ്സ് ഉണ്ട്. അതിനെ ഇങ്ങനെ കഴുകിയെടുത്ത സ്വർണ്ണമായിട്ട് നമുക്ക് കിട്ടുന്ന ഒന്നല്ല. അപ്പം അത് വെച്ചിപ്പോ അവിടുത്തെ മൈനിങ് പരിപാടിയെല്ലാം നിർത്തി വെച്ചിരിക്കുകയാണ്. ഒരുപാട് ആൾക്കാർ അവിടെ. പ്ലീസ് ഡോണ്ട് അൺമ്യൂട്ട്. ഞാൻ പറയുന്ന അങ്ങോട്ട് കേക്ക്. ഓക്കെ, അപ്പം ഇപ്പൊ അവിടുത്തെ മൈനിങ് ഇതെല്ലാം നിർത്തിവെച്ചു. കാരണം അത് മുതലാകുന്നില്ല. എന്ന് വെച്ചാൽ സ്വർണത്തിന്റെ വില വെച്ച് നോക്കുമ്പോൾ അത്രയും ഇല്ല. അവിടുത്തെ ഏകദേശം എല്ലാം തന്നെ തീർന്നു. ഇനി അങ്ങനെ നമ്മുടെ ഇന്ത്യയിലെ പല ഭാഗത്തും ഗോൾഡ് കിട്ടുന്ന സ്ഥലങ്ങളുണ്ട്. നോട്ട് ഓൺലി ഇൻ ഇന്ത്യ, ഇൻ മെനി പാർട്സ് ഓഫ് വേൾഡ് we will have a ഗോൾഡ് ഡെപ്പോസിഷൻ. അപ്പം ഇങ്ങനെ ഗോൾഡ് നിക്ഷേപമുണ്ട്. അവിടുന്ന് അവരെന്ന് വെച്ചാൽ മണ്ണിൽ കുഴിച്ച് ഇങ്ങനെ എടുക്കുന്നതാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ലൈക്ക് ദാറ്റ് നോട്ട് ഓൺലി ഗോൾഡ്, അയൺ, കോപ്പർ, ഇങ്ങനെയുള്ള എല്ലാം തന്നെ ഈ മണ്ണിൽ നിന്ന് ഇങ്ങനെ കുഴിച്ചെടുക്കുന്നതാണ്. അലുമിനിയം ഒക്കെ. അപ്പം ഒരു സാധനവും ഡയറക്റ്റ് ആയിട്ട് ഒരു മെറ്റലും ഡയറക്റ്റ് ആയിട്ട് ഇല്ല മണ്ണിൽ. ഇൻഡയറക്റ്റ് എന്ന് പറഞ്ഞാൽ മിക്സ്ഡ് ആയിട്ടുള്ളതാണ്. വേറെ എന്തെങ്കിലുമൊക്കെ അതിനായിട്ട് മിക്സ് ചെയ്തിട്ടില്ല. അപ്പൊ അതിനെ ആ മിക്സ് ചെയ്തിട്ടുള്ള വസ്തുവിനാണ് നമ്മൾ ഓർ എന്ന് പറയുന്നത്. അലുമിനിയം, ഫോർ എക്സാമ്പിൾ അലുമിനിയം, നമ്മുടെ വീട്ടിലൊക്കെ അലുമിനിയത്തിന് ചരുവവും കലവും ഒക്കെ ഉണ്ട്, ചോറ് വെക്കുന്നതൊക്കെ ഇല്ലേ? ഓക്കെ, സോ ഈ പാത്രമായിട്ട് നമുക്ക് കിട്ടിയില്ല. അല്ല, അലുമിനിയായിട്ട് ഡയറക്റ്റ് നമുക്ക് മണ്ണിൽ നിന്ന് കിട്ടുന്നില്ല. ബോക്സൈറ്റ് എന്ന് പറയുന്ന ഒരു സാധനം കിട്ടും. ദിസ് ബോക്സൈറ്റ് ദേ വിൽ പ്യൂരിഫൈ ചെയ്താണ് അലുമിനിയം ഉണ്ടാക്കുന്നത്. അത് ഒരു ഓറാണ്. ഓറിൽ നിന്നും പ്യൂരിഫൈ ചെയ്തിട്ട് എടുക്കുന്നതാണ്. These minerals are modified and used by us in various ways. Metals like iron, copper, lead, and aluminum are dug out in the form of ores. We use metals for making utensils, machines, furniture, wires, coins, and aeroplanes. നമുക്കറിയാം ഓരോ സാധനം നമ്മൾ ഈ പറയുന്ന മെറ്റൽസ് ഒക്കെ ഡിഫറെന്റ് പർപ്പസിനായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ലൈക്ക് മേക്കിംഗ് വെസൽസ്, അതായത് യൂട്ടൻസിൽസ്, പാത്രങ്ങളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നുണ്ട്. ടൂൾസ് ലൈക്ക് എ നൈഫ് ആൻഡ് അതർ ടൂൾസ്, എല്ലാ ടൂൾസുകൾ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നുണ്ട്. പാർട്സ് ഓഫ് ഷിപ്പ്, ദെൻ പാർട്സ് ഓഫ് ബസ്, ലോറി, ജീപ്പ്, എയറോപ്ലെയിൻ, ലൈക്ക് ദാറ്റ് ഒത്തിരി ആവശ്യങ്ങൾക്കായിട്ട് നമ്മൾ ഈ പറയുന്ന സാധനങ്ങളെല്ലാം ഉപയോഗിക്കുന്നുണ്ട്. ജോസി അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കണ്ട, നമ്മൾ അവിടെ എന്തെങ്കിലും നടന്നോട്ടെ, കൊച്ചിങ്ങോട്ട് നോക്കിയാൽ മതി കേട്ടോ. ഓക്കെ, metals like gold and silver are mainly used to make jewelry. ജ്വല്ലറി. ഈ ജ്വല്ലറി എന്ന് പറഞ്ഞാൽ എന്താണ് സാധനം അറിയാവോ? ഈ പാടിച്ചാലും ചെറുപുഴയൊക്കെ ചെന്ന് കഴിയുമ്പോൾ സോന ജ്വല്ലറി, പിന്നെ എന്താന്ന് പറയുന്നത് വേറെ ജോസ്കോ ജ്വല്ലറി എന്നൊക്കെ പേര് കാണത്തില്ലേ? ജ്വല്ലറി എന്ന് പറഞ്ഞാൽ എന്താണ്? ആഭരണങ്ങൾ വിൽക്കുന്ന സ്ഥലം. ഓക്കെ, ആഭരണങ്ങൾ, കമ്മല്, മാല, വള, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വിൽക്കുന്ന സ്ഥലം. ഓക്കെ, സോ യൂഷ്വലി സിൽവർ ആൻഡ് ഗോൾഡ് ഈസ് യൂസ് ടു മേക്ക് ജ്വല്ലറി ഐറ്റംസ്. നമ്മളൊക്കെ ഭയങ്കര പണക്കാരായതുകൊണ്ട് നമുക്ക് കമ്മലും മാലയൊക്കെ ഉണ്ടാക്കാനേ ഇച്ചിരി സ്വർണ്ണമുണ്ട് അല്ലേ? ചില സ്ഥലങ്ങളിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? സം ടെമ്പിൾസ് ആൻഡ് ഓൾ സ്റ്റാച്യൂസ് ആർ മെയ്ഡ് വിത്ത് ഗോൾഡ്. അവർ പാവപ്പെട്ടവരായതുകൊണ്ട്. തിരുപ്പതി പോലുള്ള വലിയ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടെമ്പിളുകളിലൊക്കെ, അമ്പലങ്ങളിലൊക്കെ അവിടുത്തെ ദേവന്റെയും ദേവിയുടെയും ഒക്കെ വിഗ്രഹങ്ങളൊക്കെ ഉണ്ടാക്കിയേക്കുന്നത് ഗോൾഡ് ഉപയോഗിച്ചിട്ടാണ്. അവർ പാവപ്പെട്ടവരായതുകൊണ്ട് അല്ലേ? അവർക്ക് ഒത്തിരി ഇങ്ങനെ നേർച്ചയൊക്കെ കിട്ടുന്നുണ്ട്. ഭക്തര് വരുമ്പം അവര് നേർച്ചയിടുന്നു. ആ നേർച്ചയിട്ട് പൈസ കൊണ്ടൊക്കെ ഉണ്ടാക്കുന്നത് കൊണ്ടൊക്കെ ആയിരിക്കും. പിന്നെ നിങ്ങൾ ലാസ്റ്റ് ഇയർ 2 years ബാക്ക് യു മൈറ്റ് ഹാവ് ഹേർഡ് അബൌട്ട് ശ്രീ പത്മനാഭസ്വാമി ടെമ്പിൾ അറ്റ് തിരുവനന്തപുരം. കേട്ടായിരുന്നു അതൊക്കെ? തിരുവനന്തപുരത്തെ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ബി നിലവറ, ഡി നിലവറ എന്നൊക്കെ പറഞ്ഞോണ്ട് അവിടെയൊക്കെ ഭയങ്കരമായിട്ട് ഗോൾഡും ഡയമണ്ട്സും ഒക്കെ സ്റ്റോക്ക് ചെയ്ത് വെച്ചേക്കുന്നതാണ്. അതൊന്നും ഓപ്പൺ ചെയ്യുന്ന പോലും ഇല്ല അവര്, അല്ലേ? അപ്പൊ അങ്ങനെയൊക്കെ അങ്ങ് ചെല്ല്. അവർ പറിച്ചെടുത്തോന്ന് പറഞ്ഞുകൊണ്ട് സെക്യൂരിറ്റി ഒക്കെ മാറി നിൽക്കുമായിരിക്കും. മോളൊരു ചാക്കുമായിട്ട് പോരെ, പറിച്ചു ആവശ്യമുള്ള എടുത്തോന്ന് പറഞ്ഞു കേട്ടോ. ഗോൾഡൻ ടെമ്പിളിന്റെ എല്ലാ ഭാഗങ്ങളും ഒന്നും ഗോൾഡ് കൊണ്ട് ഉണ്ടാക്കിയതൊന്നും അല്ല കേട്ടോ. അതിനങ്ങനെ പേരുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. അതിന്റെ പെയിന്റിങ്സ് ഒക്കെ ഗോൾഡൻ കളറിലും, പിന്നെ കുറച്ചൊക്കെ അവിടുത്തെ ഈ പറഞ്ഞ സ്റ്റാച്യൂസ്, അതായത് നമ്മുടെ ദേവികളുടെയും ദേവന്മാരുടെയും ഒക്കെ സ്റ്റാച്യൂസ് ഇല്ലേ, അതിലൊക്കെ ഉണ്ട്, ഇല്ല എന്നല്ല. യൂഷ്വലി
യൂഷ്വലി നമ്മുടെ ഈ പറഞ്ഞ ടെമ്പിൾസ് ഒക്കെ എന്ന് പറഞ്ഞാൽ മെയിൻലി തമിഴ്നാട്ടിൽ, പിന്നെ നമ്മുടെ ഈ ശ്രീ പത്മനാഭ സ്വാമി ടെമ്പിൾ എന്നൊക്കെ പറഞ്ഞാൽ വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്ഥലമാണ്. ആൻഡ് പിൽഗ്രിമേജ് പ്ലേസ് ആണ്. അതുപോലെ ശബരിമലയിലെയും അതുപോലെ തന്നെയാണ് പിൽഗ്രിമേജ് പ്ലേസ് ആണ് അല്ലേ. അപ്പൊ അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ സോ മെനി പിൽഗ്രിംസ് വരുന്നുണ്ട്. പിൽഗ്രിംസ് എന്ന് പറഞ്ഞാൽ എന്താ? തീർത്ഥാടകര്, ഭക്തർ വരുന്നുണ്ട്. കൂടുതൽ ആൾക്കാർ നമ്മുടെ ഇവിടെ അടുത്തുള്ള ടെമ്പിളിലൊക്കെ വരുന്നതിനേക്കാൾ കൂടുതൽ, അല്ലെങ്കിൽ പള്ളിയിലൊക്കെ വരുന്നതിനേക്കാൾ കൂടുതൽ കുറച്ച് എന്തെങ്കിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്ഥലങ്ങളിൽ ലൈക്ക് ശബരിമല, ഗുരുവായൂര്, ദെൻ വേളാങ്കണ്ണി, അങ്ങനെയൊക്കെ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്ലേസസ് ഓഫ് വർഷിപ്പിൽ ആൾക്കാർ പോകാറുണ്ട്, പിൽഗ്രിംസ് അല്ലേ. റിഹാനെ, ക്ലാസ് അങ്ങോട്ടല്ല ഇങ്ങോട്ടാ മോനെ, ഇങ്ങോട്ട് തിരിഞ്ഞിരിക്കുക. പുസ്തകം എവിടെയാ? വേർ ഡിഡ് യു കീപ് യുവർ ടെക്സ്റ്റ് ബുക്ക്? ആ, പുസ്തകം ഇങ്ങോട്ട് വെച്ചിട്ട് ആ വഴിയെ പോകുന്നതിന് കണക്കെടുക്കാൻ അവിടെ വേറെ ബുക്ക് വെച്ചിട്ടുണ്ടോ എഴുതാന്? ഇങ്ങോട്ട് നോക്കിയിരിക്കണം കേട്ടാ. ശരി. അപ്പം അവിടെയൊക്കെ ഒരുപാട് ആൾക്കാർ വരുന്നത് കൊണ്ട് അവർക്ക് ഒത്തിരി പൈസ കിട്ടും, കാണിക്കയായിട്ട് നേർച്ചയായിട്ടൊക്കെ ഇടുന്നത്. അതുകൊണ്ടാണ്. പിന്നെ ഈ പറഞ്ഞ ശ്രീ പത്മനാഭ സ്വാമി ക്ഷേത്രത്തിലൊക്കെ അത് അന്നത്തെ കാലത്തെ രാജാവിന്റെ കൊട്ടാരമൊക്കെ ആയിരുന്നു. ഇപ്പൊ രാജഭരണമില്ല. അപ്പോൾ അവർക്ക് രാജാവിനെന്ന് പറഞ്ഞാൽ ആ ഒരു രാജ്യത്തെ മൊത്തം, അതായത് അവരുടെ ആ രാജ്യം, അവരുടെ കീഴിലുണ്ടായിരുന്ന രാജ്യത്തെ മൊത്തം ഒന്ന് ഒരുപാട്, ഇന്ത്യ വാസ് വെരി റിച്ച് കൺട്രി. നമ്മളിപ്പോ ഹിസ്റ്ററിയിലേക്ക് പോകുന്നു, ഇപ്പൊ സയൻസിൽ നിന്ന് ഹിസ്റ്ററിയിലേക്ക്. നിങ്ങൾക്ക് കുറച്ചുകൂടെ വലിയ ക്ലാസ്സിലേക്ക് എത്തുമ്പോൾ ബ്രിട്ടീഷുകാരും പോർച്ചുഗീസുകാരും ഒക്കെ ഇന്ത്യ വന്നതിനെ കുറിച്ചൊക്കെ പഠിക്കാനുണ്ടാകും. സോ ബിഫോർ ദാറ്റ് ഇന്ത്യ വാസ് വെരി റിച്ച് കൺട്രി. എന്നെ കൊച്ചു മിണ്ടാതിരുന്നാ മതി, അല്ലെങ്കിൽ ഇനി യൂട്യൂബ് ക്ലാസ് കേൾക്ക്. ഇനി അതിൽ കൂടുതൽ ഇനി ഒന്നും ചെയ്യാൻ പറ്റത്തില്ല മോനെ ഇവിടെ. ഓക്കെ. സോ ഈ റിച്ച് കൺട്രിയിൽ ഉണ്ടായിരുന്ന അന്നൊക്കെ എന്ന് പറഞ്ഞാൽ രാജാവിന്റെ ഇതെല്ലാം ശേഖരിച്ചു വെക്കുന്നത് അവരുടെ കൊട്ടാരത്തില്, നിലവറയിലൊക്കെ ആയിരുന്നു. എന്നിട്ട് ജനങ്ങൾക്കൊക്കെ കൊടുക്കുമായിരുന്നു, പാവപ്പെട്ടവർക്കൊക്കെ കൊടുക്കുമായിരുന്നു. ഈ റിഹാൻ എന്തിനാ ഈ റോഡിൽ പോകുന്ന നോക്കിയിരിക്കുന്നേ? റിഹാനെ, അവിടുന്ന് ആരെങ്കിലും വിളിക്കുന്നുണ്ടോ കൊച്ചിനെ? ഇടയ്ക്കിടയ്ക്ക് ഇങ്ങ് അങ്ങോട്ട് നോക്കിയിരിക്കുന്നേ. ഇങ്ങോട്ട് നോക്കിയിരിക്കും കേട്ടോ. ഓക്കെ. അപ്പോൾ ഈ ടെമ്പിളിലൊക്കെ അവർക്ക് അന്നത്തെ പാലസിലൊക്കെ ഉണ്ടായിരുന്ന നിധി, അതായത് അവരുടെ മണിയൊക്കെ, അതുപോലെ ഡയമണ്ട്, ഗോൾഡ്, ഇതെല്ലാം ഒരുപാടുണ്ടായിരുന്നു അന്നത്തെ. അതെല്ലാം ശേഖരിച്ചു വെച്ചിരുന്നാണ് ഈ ശ്രീ പത്മനാഭ സ്വാമി ടെമ്പിൾ. പിന്നീട് അത് ടെമ്പിളാക്കി മാറ്റി കാലങ്ങൾ കഴിഞ്ഞപ്പോൾ. അപ്പൊ അങ്ങനെ ഒരുപാട് അതിനകത്തുണ്ട്. ഓക്കെ. അങ്ങനെ വന്ന് ഇപ്പൊ ഞാനിവിടെ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ഗോൾഡ്, സിൽവർ, ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ മെയിൻലി ഇറ്റ് ഈസ് യൂസ് ടു മേക്ക് ജ്വല്ലറി ഐറ്റംസ്. മീൻസ് അവർ ജ്വല്ലറി ഐറ്റംസ് ലൈക്ക് ഇയർ റിങ്സ്, ബാംഗിൾസ്, റിങ്സ്, ചെയിൻസ്, ലൈക്ക് ദാറ്റ് വേ. അതും കോസ്റ്റ്ലി ആയതുകൊണ്ട് തന്നെ നമ്മൾ വളരെ കെയർഫുൾ ആണ് ഹാൻഡിൽ ചെയ്യുമ്പോൾ. ഇപ്പൊ നമ്മുടെ വീട്ടിലൊരു നൈഫ് ഉണ്ട്. ആ നൈഫ് കുറച്ച് മൂർച്ച കുറഞ്ഞു കഴിയുമ്പോൾ എന്ത് ചെയ്യും നമ്മൾ? ഇഫ് ഇറ്റ് ഈസ് നോട്ട് ഷാർപ്പൺ മച്ച്, വാട്ട് വി വിൽ ഡു? We'll just put one side. We will buy new one, isn't it? Knife, കത്തിയുടെ ഒരു വീട്ടിലുള്ളൊരു കത്തിയുടെ മൂർച്ച കുറെ കുറഞ്ഞു, കുറച്ച് തുരുമ്പൊക്കെ എടുത്തു. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? പിന്നെ അത് കുറച്ച് നാൾ കഴിയുമ്പം മൂർച്ച കൂട്ടാൻ പറ്റുന്ന അത്ര കൂട്ടിയൊക്കെ നോക്കും. പിന്നെ പറ്റുന്നില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? We will just keep aside and then we will buy new one, isn't it? But will we do like that to our gold items or silver items? No. അത് മാക്സിമം നമ്മൾ എന്ത് ചെയ്യും? പൊട്ടിയും പൊളിഞ്ഞും ഒക്കെ പോയെങ്കിലും പിന്നെ നൂല് കെട്ടിയിട്ടും അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട് യൂസ് ചെയ്യും. പിന്നെ നമ്മൾ എന്താ ഗോൾഡ് സ്മിത്തിന്റെ അടുത്ത് കൊണ്ടുപോയിട്ട് റിപ്പയർ ചെയ്യും. പിന്നെ ലാസ്റ്റ് ഫൈനലി ഗോൾഡ് സ്മിത്ത് പറയും, അയ്യോ ഇതിന്റെ എല്ലാ ഭാഗവും പോയി, ഇനി ഇതുകൊണ്ട് കടയിൽ കൊണ്ട് മാറ്റി എടുക്കാൻ പറയും. ദെൻ നമ്മൾ എന്ത് ചെയ്യും? എന്റെ റിഹാനെ, എനിക്ക് ഈ ക്ലാസ് ടൈമിലുള്ള ഈ വക കളികളൊക്കെ ഉണ്ടല്ലോ. ശരി. അപ്പം സാധാരണ നമ്മുടെ ഈ ജ്വല്ലറി കോസ്റ്റ്ലി ആയതുകൊണ്ട് തന്നെ നമ്മൾ വളരെ സൂക്ഷിച്ചു വെക്കും. എന്നിട്ട് നമ്മൾ വീണ്ടും പോയിട്ട് ജ്വല്ലറി കൊണ്ട് മാറ്റി കൊടുത്തിട്ട് പുതിയ ഐറ്റംസ് വാങ്ങും അല്ലേ. സോ ഈ പറഞ്ഞ പോലെ വളരെ റിച്ച് ആയിട്ടുള്ള, അല്ലെങ്കിൽ ആരെങ്കിലും ഒക്കെ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നതായിട്ടുള്ള സാധനങ്ങളാണ് ഈ സ്റ്റാച്യു പോലെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നത്. അതർവൈസ് യു വിൽ യൂസ് ഇറ്റ് ആസ് എ പ്രഷ്യസ് തിങ് ഇൻ അവർ ഹൗസ് ടു മേക്ക് ജ്വല്ലറി ഐറ്റംസ്. Metals like gold and silver are mainly used to make jewelry. Diamond is a non-metallic mineral. Okay. Another one is diamond. Diamond നമുക്കറിയാം, it is very costly than gold. ഗോൾഡിനേക്കാളൊക്കെ കോസ്റ്റ്ലി ആയിട്ടുള്ള സാധനമാണ്. ബട്ട് ഇറ്റ് ഈസ് നോട്ട് എ മെറ്റാലിക് മിനറൽ. മെറ്റൽ അല്ലത്. നിങ്ങൾ ഡയമണ്ട് കണ്ടിട്ടുണ്ടോ?
ആരുടെ വീട്ടിലുണ്ട് ഡയമണ്ട്? 1 2 3. എൻ്റെ വീട്ടിലില്ല, ബിക്കോസ് ഐ ആം വെരി പുവർ. എൻ്റെ വീട്ടിലില്ല. ഇറ്റ് ഈസ് ടു കോസ്റ്റ്ലി, ബട്ട് ഐ ഹാവ് സീൻ ഇൻ അഡ്വർടൈസ്മെന്റ്സ് ആൻഡ് ഓൾ ഇൻ ആർട്സ്. ടിവിയിലെ പരസ്യത്തിൽ കണ്ടിട്ടുണ്ട്. ഇങ്ങനെ ജ്വല്ലറിയുടെ ഒക്കെ പരസ്യം കാണിക്കല്ലേ, അപ്പൊ ഇങ്ങനെ തിളങ്ങുന്ന ഇതൊക്കെ കണ്ടിട്ടുണ്ട്. ഓക്കെ, എനിവേ ഇറ്റ് ഈസ് വെരി കോസ്റ്റ്ലി. ഡയമണ്ട്സ്, എമറാൾഡ്സ്, റൂബി, ഇങ്ങനെയുള്ള സാധനങ്ങൾ, എന്താ മാണിക്യം, മരതകം എന്നൊക്കെ പറയുന്ന ഈ സാധനങ്ങളൊക്കെ ഭയങ്കര കോസ്റ്റ്ലി ആണ്. ഗോൾഡിനേക്കാളൊക്കെ ഭയങ്കരമായിട്ട് കോസ്റ്റ്ലി ആയിട്ടുള്ള ഐറ്റംസ് ആണ്. ആൻഡ് ദീസ് ആർ നോൺ മെറ്റാലിക് ഐറ്റംസ്. ഇത് മെറ്റൽ അല്ല, ലോഹമല്ല. ഓക്കെ, ഇറ്റ് ഈസ് നോൺ മെറ്റാലിക്, ബട്ട് ഇറ്റ് ഈസ് ദാറ്റ് വി ഗെറ്റ് ഫ്രം ദ എർത്ത്, അതായത് ഫ്രം ദ സോയിൽ, മിനറലിൽ നിന്നൊക്കെ ആയിട്ട് ഉണ്ടാക്കുന്നതാണ്. മിനറൽ അതായത് മണ്ണിൽ നിന്നും കുഴിച്ചെടുക്കുന്ന സാധനങ്ങളാണ് ഇതൊക്കെ കേട്ടോ. ഓക്കെ, next, diamond is non-metallic mineral. It is used to make jewelry and to cut hard objects like glass. ഡയമണ്ട് ഉപയോഗിച്ച പോലെ ഗ്ലാസ് ഒക്കെ കട്ട് ചെയ്യുന്നത്. പക്ഷെ അത് നമ്മൾ മറ്റേ നമ്മൾ ജ്വല്ലറി കാണുന്ന ഡയമണ്ട് അല്ല കേട്ടോ. നെക്സ്റ്റ്, fossil fuels. So last class we studied about the fossil. Fossil എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? മുഹമ്മദ് അന്ന് എന്തൊക്കെ ഒപ്പീനിയൻ പറഞ്ഞായിരുന്നല്ലോ. Fossil means what? പോയോ? ഏത് ഫോസിലാണ് സർ? അയ്യോ, ഒരു ഫോസിലേ ഉള്ളു മോനെ. അത് ഡയമണ്ട് ആണോടി? അലുമിനിയം അതുകൊണ്ട് പിന്നെ ഏതോ ഫോസിലും കൂടി ഉണ്ടല്ലോ. രണ്ടാമത്തെ ഫോസിൽ പറഞ്ഞു. പിന്നെ ഏതോ ഫോസിലും കൂടി ഉണ്ട്. പ്ലാന്റ്സിന്റെ ആനിമൽസ് ഒക്കെ എന്താ ചത്ത് കഴിയുമ്പോ അഴുകിയിട്ട് ഈ കല്ലേലൊക്കെ എന്താ കടന്ന് അരികുമ്പോ ഒക്കെ കല്ലിന്റെ ഷേപ്പിലൊക്കെ ആകുന്നേ. കറക്റ്റ്. നമ്മള് ഈ തൊട്ടപ്പുറത്തെ പേജില്, പേജ് 139 ഫോസിലിന്റെ ചിത്രം ഉണ്ടല്ലേ? ഞാനും പറഞ്ഞു. നീ പറഞ്ഞതാ, ഉദ്ദേശിച്ചതാണ്, കവി ഉദ്ദേശിച്ചതെന്ന് പറഞ്ഞ പോലെ ഉദ്ദേശിച്ചതാണ്. പക്ഷെ പറഞ്ഞു വന്നപ്പോ അങ്ങനെ ആയില്ലെന്നുള്ളൂ. സാരമില്ല, മനസ്സിലായി. ശരി. ഡെഡ് ആനിമൽസ്, പ്ലാന്റ്സ്, ഹ്യൂമൻ ബീങ്സ്, ഇങ്ങനെയുള്ളതിന്റെ എന്തുവാ പിന്നെ അത്? ഓക്കെ, ഓൾ ഓഫ് യു മ്യൂട്ട് ചെയ്ത് വെച്ചേ. ഈ റിഹാൻ ആണെങ്കിൽ വീട്ടിലെ വിശേഷം പറയുന്നതിനിടയ്ക്ക് ഇനി വേണ്ട, നീ അൺമ്യൂട്ട് ചെയ്യണ്ട, അവിടെ ഇരുന്നു തൽക്കാലം. ഓക്കെ, ഡെഡ് ആനിമൽസ്, പ്ലാന്റ്സ്, ഹ്യൂമൻ ബീങ്സ്, ഇതിന്റെ ഒക്കെ പഴയ കാലത്ത് അങ്ങനെ പാറയുടെ പുറത്തൊക്കെ കിടന്ന് ചത്തിട്ടുണ്ടാകും അല്ലെ? അങ്ങനെ ചത്തതിന്റെ ഒക്കെ പിന്നെ അതിന്റെ മുകളിലേക്ക് പാറയുടെ നെക്സ്റ്റ് ലെയർ വന്ന് മണ്ണൊക്കെ അടിഞ്ഞുകൂടി കിടന്ന് അതവിടെ കിടന്ന് ആഫ്റ്റർ മെനി ഇയേഴ്സ് ഈ പാറയൊക്കെ ചിലപ്പോൾ പൊടിക്കുകയോ നമ്മൾ കല്ല് പൊട്ടിക്കുകയോ ഒക്കെ ചെയ്യുന്ന സമയത്ത് എന്ത് സംഭവിക്കും? ഈ ഡെഡ് ആനിമൽസിന്റെ ഭാഗം കിട്ടും. അപ്പൊ ഇതിനാണ് നമ്മൾ ഫോസിൽസ് എന്ന് പറയുന്നത്. Okay, ഇവിടെ fossil fuels such as coal and petroleum are non-metallic minerals. These are valuable source of energy. We get them from under the ground. Okay, everybody is very familiar with petroleum, diesel, kerosene and all. Isn't it? Petrol, diesel എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ടോ? റിഹാനെ, എന്തിനാ ഈ പെട്രോൾ ഒക്കെ ഉപയോഗിക്കുന്നേ? വെരി ഗുഡ്. ആസ് എ ഫ്യൂവൽ, നമ്മൾ ഒരു ഇന്ധനമായിട്ടാണ് അതിനെ നമ്മൾ ഉപയോഗിക്കുന്നത് അല്ലേ? ഓക്കെ, തീ കത്തിക്കുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ എനർജി കിട്ടുന്നതിന് വേണ്ടിയിട്ട്, ഫോർ മൂവിങ് ദ വെഹിക്കിള്, നമ്മുടെ എന്താ പറയണ്ടേ, ട്രെയിൻ, എയറോപ്ലെയിന്, മറ്റ് വെഹിക്കിൾ എല്ലാത്തിനും അങ്ങനെ നമ്മൾ ഉപയോഗിക്കാറുണ്ട് അല്ലേ? സോ ദീസ് ആർ ഫ്രം വേർ ഡു വി ഗെറ്റ് ദിസ് പെട്രോളിയം, ഡീസൽ ആൻഡ് ഓൾ? ഈ പെട്രോളിയം എവിടുന്ന കിട്ടുന്നേ? ഫ്രം ഫോസിൽസ്. അതായത് ഏഞ്ചലേ, വെറുതെ ഇരിക്കട്ടെ ആ കുഞ്ഞ്, നീ ആയിട്ട് അവിടെ നിന്ന് കളിക്കുന്നത്. ആ കുഞ്ഞ് അവിടെ ഇരുന്നോട്ടെ, അനങ്ങാതിരിക്കുന്നുണ്ടല്ലോ, നീയാ കളിപ്പിക്കുന്നവനെ. ഓക്കെ, സോ ഈ ഡെഡ് അനിമൽസ് ഒക്കെ നമുക്കറിയാം, സമുദ്രത്തിൽ, ഓഷനിലും സീസിലും ഒക്കെ ഒരുപാട് ഇത്തരം ഡെഡ് അനിമൽസ് വരുന്നുണ്ട് അല്ലെ? പാർട്സ് ഓഫ് ഡെഡ് അനിമൽസ്. ഗ്രാജുവലി അതിൽ നിന്നും ഒരു തരം എണ്ണമയം നമ്മുടെയൊക്കെ ബോഡിയിൽ നിന്നുണ്ടായി, അതിൽ നിന്നാണ് ഉണ്ടായത്. പക്ഷെ നമുക്കറിയാം, കടലിൽ നിന്നൊക്കെയാണ് നമ്മൾ സാധാരണ പെട്രോളിയം റിഫൈൻ ചെയ്തെടുക്കുന്നത്. ബട്ട് വി വിൽ നോട്ട് ഗെറ്റ് ഇറ്റ് ഡയറക്ട്ലി ലൈക്ക് മെറ്റൽ. ഈ പറഞ്ഞ മിനറൽസ് ഒക്കെ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് കിട്ടിയല്ല, ഗോൾഡും സിൽവറും ഒക്കെ കിട്ടുന്ന പോലെ തന്നെ ഉള്ളൂ. എല്ലാം മിക്സ് ചെയ്ത് വരുന്നത്. പെട്രോളിയം എന്ന് പറയുമ്പോൾ അതിനകത്ത് എല്ലാം വരും. പെട്രോൾ, ഡീസൽ, ക്രൂഡ് ഓയിൽ, കെരോസിൻ, ഇതെല്ലാം അതിനകത്ത് വരുന്നതാണ്. എല്ലാം പിന്നെ റിഫൈൻ ചെയ്ത് സെപ്പറേറ്റ് എടുക്കുന്നതാണ്. ഓക്കെ,
വി ഗെറ്റ് ദം ഫ്രം ദ അണ്ടർ ദ ഗ്രൗണ്ട്. ഭൂമിക്കടിയിൽ നിന്നാണ് കിട്ടുന്നത്. പണ്ടുള്ളതൊക്കെ ഇങ്ങനെ മരിച്ച് അല്ലെങ്കിൽ ചത്ത് ആ മണ്ണിലേക്ക് അലിഞ്ഞു ചേർന്നിട്ട് അതിന്റെ ബോഡിയിൽ നിന്നുണ്ടാകും. കുറെയൊക്കെ എല്ലാത്തിൽ നിന്നും കിട്ടുമ്പോൾ നല്ല ഉദ്ദേശിക്കുന്നത്. ബട്ട് മുഹമ്മദേ, ആകാശത്ത് ആരെങ്കിലും വിളിച്ചോ? നക്ഷത്രം ഉണ്ടോ ആകാശത്ത്? Then why are you looking at the sky and sitting? അല്ല മിസ്, ഞാനൊരു കാര്യം ആലോചിക്കുന്നുണ്ട്. അതെ, ക്ലാസ് ടൈമിലല്ലേ നിനക്ക് കാര്യം ആലോചിച്ചോണ്ടിരിക്കേണ്ടത്. ഞാൻ കേട്ടിന് മിസ് പറയുന്നത്. ഞാൻ പറയുന്നത് കേട്ടു ഇപ്പം വിളിച്ചപ്പം. നീ ആലോചിച്ചോണ്ടിരിക്കുന്ന എങ്ങനെ കേൾക്കുന്നു? ഇനഫ് ഇനഫ്. നെക്സ്റ്റ് കോൾ. കോൾ എന്ന് പറഞ്ഞാൽ കൽക്കരി. മില്യൻസ് ഓഫ് ഇയേഴ്സ് ago there were swamps. When plants died, they fell into the swamps. As time went by, the dead plants were covered with layers of rock and soil. Over the years, because of heat and heavy weight, these dead plants changed into coal. ഈ കോൾ എന്ന് പറഞ്ഞാൽ കൽക്കരി. സെയിം വേ ഈ ഫോസിലും പെട്രോളിയം ഐറ്റംസ് ഒക്കെ ഉണ്ടാകുന്ന പോലെ തന്നെ ഈ ഡെഡ് പ്ലാന്റ്സ് ഒക്കെ ഇങ്ങനെ പിന്നെ വലിയ കാറ്റും ഭൂമികുലുക്കവും ഒക്കെ ഉണ്ടാകുന്ന വഴി മരങ്ങളൊക്കെ ഒരുപാട് മറിഞ്ഞു വീഴും അല്ലെ. പിന്നീട് അതിന്റെ മുകളിലേക്ക് ഇതുപോലെ മണ്ണും കല്ലും ഒക്കെ വന്നടിഞ്ഞ് ഗ്രാജുവലി ഇറ്റ് വിൽ ബിക്കം ഇൻ ടു ദ ഫോം ഓഫ് കോള്. അതായത് കൽക്കരി പോലെ പെട്രോളിയം പോലെ അങ്ങനെ ആയി മാറും. കോൾ ഈസ് യൂസ്ഡ് ആസ് ഫ്യൂവൽ ഇൻ ബിഗ് പവർ സ്റ്റേഷൻസ്. കോൾ ഈസ് ബോൺ ടു പ്രൊഡ്യൂസ് ഇലക്ട്രിസിറ്റി. സോ കോൾ നമ്മൾ ഇലക്ട്രിസിറ്റി ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു ഫ്യൂലാണ്. അതായത് ഏർലിയർ പണ്ടൊക്കെ ആദ്യമൊക്കെ ട്രെയിൻ ഓടുന്ന സമയത്ത് ഈ പറഞ്ഞ പെട്രോളോ ഡീസലോ കെരോസിൻ അങ്ങനെയൊന്നും അല്ല, അതൊന്നും അല്ല ഉപയോഗിക്കുന്നത്. കോൾ ഉപയോഗിച്ചായിരുന്നു, കൽക്കരി ഉപയോഗിച്ചായിരുന്നു. പിന്നെ നമുക്ക് പെട്രോളിന്റെ അല്ലെങ്കിൽ ഡീസലൊക്കെ കണ്ടുപിടിച്ചതിന് ശേഷം ഇങ്ങനെ റിഫൈൻ ചെയ്തെടുക്കാം, മാറ്റിയെടുക്കാം എന്നൊക്കെ കണ്ടുപിടിച്ചതിന് ശേഷം ഇപ്പോൾ കോൾ ഉപയോഗിക്കുന്നില്ല. കോളിന്റെ ഒരു ഇതെന്ന് പറഞ്ഞാൽ കറുത്ത പുകയുണ്ടാകും. One of my aunties said that one day, auntie means she is so very older to me. എന്നെക്കാൾ ഒരുപാട് പ്രായമുള്ള ഒരു ആന്റിയാണ്. ആന്റി പറയുന്നത് കേട്ടിട്ടുണ്ട്. ഫസ്റ്റ് ടൈം when she went to Delhi, she is working in Delhi. First time when she went to Delhi by train, it used to take 4 days or 3.5-4 days to reach Delhi. സോ ഈ 3.5 ദിവസം ആദ്യ കാലങ്ങളിലാണ്, ഇപ്പല്ല കേട്ടോ, 3-4 ദിവസത്തെ യാത്ര കഴിഞ്ഞ് അവിടെ ചെല്ലുമ്പോൾ ഡ്രസ്സ് ഹെയർ ഒന്നും കാണാൻ പറ്റത്തില്ലാത്ത രീതിയിൽ ബ്ലാക്ക് പൗഡർ അഴിക്കും എന്ന് പറഞ്ഞു. കാരണം അന്നൊക്കെ ഇങ്ങനെ ട്രെയിനിൽ വെള്ളമൊന്നുമില്ല, കുളിക്കാനുള്ള സൗകര്യങ്ങളൊന്നുമില്ല. ഇപ്പം നമുക്കറിയാം, ട്രെയിനിൽ യാത്ര ചെയ്തിട്ടുള്ളവർക്കറിയാം, വി വിൽ ഗെറ്റ് ബാത്റൂം ടോയ്ലറ്റ് ഫെസിലിറ്റീസ് ആൻഡ് ഓൾ. മീൻസ് വി ക്യാൻ ടേക്ക് ബാത്ത് ആൻഡ് ഓൾ. കുളിക്കുകയൊക്കെ ചെയ്യാനുള്ള സൗകര്യം ഉണ്ട്, നമുക്ക് വെള്ളമൊക്കെ കിട്ടും. പക്ഷെ ആ കാലഘട്ടത്തിൽ അതിനുള്ള സൗകര്യങ്ങളൊന്നും ആദ്യ കാലഘട്ടങ്ങളിലൊന്നും ഇല്ലായിരുന്നു. ഫസ്റ്റ് ട്രെയിൻ ഇൻവെന്റ് ചെയ്ത ട്രെയിൻ നമ്മുടെ വീട്ടിലേക്ക് ഓടാനൊക്കെ തുടങ്ങിയ കാലത്ത്. അപ്പോൾ ഈ 3.5-4 ദിവസം കഴിഞ്ഞ് ഡൽഹിയിൽ എത്തിയപ്പോൾ ഒരു പരിചയവും കാണത്തില്ല. മീൻസ് ഒരു മനുഷ്യന്റെ രൂപം പോലും ഉണ്ടാവില്ല. ഡ്രസ്സിൽ ഫുള്ള് ബ്ലാക്ക് കോളിന്റെ പൗഡർ, ഈ പുക വന്ന് അതിന്റെ നമ്മുടെ ഡ്രസ്സിലൊക്കെ അടിച്ചിട്ട് ഇങ്ങനെ മൊത്തം ബ്ലാക്ക് ഒക്കെ ആയിരുന്നു. ഹെയർ, ഫേസ് എല്ലാം അങ്ങനെ ഒരു വികൃത രൂപം പോലെയൊക്കെ ആകുമായിരുന്നു എന്ന് പറഞ്ഞു. ഇപ്പം നമ്മുടെ ട്രെയിനിലൊക്കെ നമ്മൾ പെട്രോൾ അല്ലെങ്കിൽ ഡീസൽ ഉപയോഗിക്കുന്നത് കൊണ്ട് ഡോണ്ട് ഹാവ് മച്ച് പ്രോബ്ലംസ്. അങ്ങനത്തെ പ്രോബ്ലംസ് ഒന്നും ഇപ്പം ഇല്ല. നെക്സ്റ്റ്, പെട്രോളിയം. വെൽസ് ആർ ഡഗ് ഡീപ്പ് അണ്ടർ ദ ഗ്രൗണ്ട് ടു ഗെറ്റ് പെട്രോളിയം. വെല്ലിൽ നിന്ന് പെട്രോളിയം കിട്ടും. അവിടെ വെല്ല് ഡിഗ് ചെയ്യുന്നില്ലേ? സോ നമ്മുടെ ഗ്രേസിന് ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു. നമ്മുടെ സ്കൂളിൽ കിണർ ഒഴിക്കുന്ന കാര്യം നിങ്ങൾക്ക് അറിയാവോ? വി ആർ ഡിഗിങ് എ വെൽ ഇൻ ദ സ്കൂൾ. നമ്മുടെ അറിയത്തില്ലേ, നമ്മുടെ കഴിഞ്ഞ വർഷം ആദ്യം നമ്മൾ ക്ലാസ് എടുത്തോണ്ടിരുന്ന ബിൽഡിംഗ് ഇല്ലേ, അപ്പുറത്തെ പഴയ ബിൽഡിങ്, ചെറിയ ബിൽഡിങ്, അതിന്റെ അപ്പുറത്ത് നമ്മൾ കിണർ കുഴിക്കുന്നുണ്ട്. ഓക്കെ, സോ ഗ്രേസ് ചോദിച്ചു നമ്മുടെ കിണർ കുഴിക്കുമ്പോൾ നമുക്ക് ഗോൾഡ് കിട്ടുമെന്ന്. ഇപ്പൊ എന്താ, വെല്ലിൽ നിന്ന് പെട്രോളിയം കിട്ടുമായിരിക്കും. ഏകദേശം നമ്മൾ വെള്ളം കാണാറായി കേട്ടോ നമ്മുടെ കിണറില. ഓക്കെ, പെട്രോളിയം. വെൽസ് ആർ ഡഗ് ഡീപ്പ് അണ്ടർ ദ ഗ്രൗണ്ട് ടു ഗെറ്റ് പെട്രോളിയം. ഇറ്റ് ഈസ് ഫോംഡ് ഫ്രം ദ റിമെയിൻസ് ഓഫ് ആൻഷ്യന്റ് ലാൻഡ് ആൻഡ് സീ ക്രീച്ചേഴ്സ്. Millions of years ago, the dead parts of these living things got buried, and with the effect of the heat and the weight, gradually changed into petroleum. ഇതെല്ലാം ഒരേ ടൈപ്പിൽ പോകുന്നതാണ്. അതായത് ആൻഷ്യൻ ടൈമിൽ ഉണ്ടായിരുന്ന അനിമൽസ്, പ്ലാന്റ്സ്, ഇങ്ങനെയുള്ളതെല്ലാം മണ്ണില് കുഴിച്ചു മൂടപ്പെട്ടു. അതായത് വേറെ ഭൂമി കുലുക്കോ അല്ലെങ്കിൽ മഴയൊക്കെ പെയ്ത് കഴിയുമ്പോഴും വേറെ മണ്ണെല്ലാം വന്ന് അടിഞ്ഞടിഞ്ഞ് ഇത് അടിയിലായി പോകുന്നു. ഗ്രാജുവലി ലേറ്റർ, കുറെ വർഷങ്ങൾക്ക് ശേഷം, 1-2 വർഷങ്ങൾക്ക് ശേഷമല്ല, സോ മെനി ഇയേഴ്സ് എന്ത് സംഭവിക്കുന്നു? അത് പെട്രോളിയം ആയിട്ട് മാറുന്നു. ഇപ്പം കോളാകുന്നു, ചിലത് കോളാകുന്നു, ചിലത് പിന്നെ ഫോസിൽ ഫ്യൂൽസ് ആകുന്നു, ചിലത്
ഈ പറഞ്ഞ പെട്രോളിയം ടൈല്. പെട്രോളിയത്തിൽ ഞാൻ പറഞ്ഞ ഇറ്റ് ഇസ് നോട്ട് പ്യുവർ ഐറ്റംസ്. മില്യൻസ് ഓഫ് ഇയേഴ്സ് ദ ഡെഡ് പാർട്സ് ഓഫ് ദീസ് അനിമൽസ് തിങ്ക് ഗോട്ട് ബറീഡ് ആൻഡ് വിത്ത് ദ ഇഫക്റ്റ് ഓഫ് ദ ഹീറ്റ് ആൻഡ് ദ വെയിറ്റ് ഗ്രാജുവലി ചേഞ്ച് ഇൻ ടു പെട്രോളിയം. In refineries, petroleum is heated to obtain petrol and diesel for vehicles, kerosene, Vaseline, and paraffin wax for making candles, waterproof cartoons, and polish. ഇവിടെ എന്തെല്ലാം സാധനങ്ങളാണ്? പെട്രോളും ഡീസലും നമ്മുടെ വാഹനങ്ങളൊക്കെ ഓടിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നു. നെക്സ്റ്റ്, ഈ പെട്രോളിയം എന്ന് പറയുന്നത് ഇതിന്റെ എല്ലാം കൂടെ ഒരു മിക്സർ ആണ്. ഇപ്പെല്ലാം ഞാൻ ഇവിടെ നീ എന്തിനീ വഴിയെ പോകുന്ന? ഈ റിഹാന്റെ സ്വഭാവം നീ എടുക്കുവാണോ? അവരവലെ കളിച്ചോട്ടെ. ഓക്കെ മിസ്, എനിക്ക് ഫോസിൽ മനസ്സിലായിട്ടില്ല. ഫോസിൽ മനസ്സിലായില്ല. ഫോസിൽ എന്ന് പറയുന്നത് ഇത് തന്നെയാണ്. ഡെഡ് അനിമൽസിന്റെയും പ്ലാന്റ്സിന്റെയും പണ്ടത്തെ, ഇപ്പത്തെ എന്നല്ല, പഴയ കാലത്തൊക്കെ ഡെഡ് അനിമൽസ്. ഇനി കുറെ വർഷങ്ങൾക്ക് ശേഷം നമ്മുടെ ഗുജറാത്തിലൊക്കെ, നമ്മുടെ ഭൂമികുലുക്കം ഉണ്ടായ സ്ഥലങ്ങളിലൊക്കെ അങ്ങനെ ഫോസിൽസ് ഉണ്ടാകും. എന്ന് പറഞ്ഞാൽ ഡെഡ് അനിമൽസ്, പ്ലാന്റ്സ്, ഇതൊക്കെ ഒരു മണ്ണിന്റെ മേളിലെ പാറയുടെ മേളിൽ ഇങ്ങനെ കടന്ന് പിന്നെ അങ്ങോട്ട് വീണ്ടും അടുത്ത മഴ വരുമ്പോഴോ അല്ലെ കാറ്റ് വരുമ്പോഴോ അല്ലെ ഭൂമികുലുക്കം വരുമ്പോഴോ എഗെയിൻ അതിന്റെ മേളിൽ മറ്റു വസ്തുക്കളൊക്കെ വന്ന് അടിഞ്ഞടിഞ്ഞ് കിടക്കും. ഒറ്റ അടിയിലാണ്, കുറേ അടിയിലാണ് ഈ പറഞ്ഞ ഡെഡ് അനിമൽസ് ഒക്കെ അവിടെ കിടക്കുന്നത്, അതിന്റെ ബോൺസ് ഒക്കെ. അതിനുശേഷം ഗ്രാജുവലി മീൻസ് സ്ലോലി, പതുക്കെ കുറെ വർഷങ്ങൾക്ക് ശേഷം ഇതിന്റെ മേളിൽ ഇങ്ങനെ കുറെ മണ്ണുകളും കല്ലുകളും എല്ലാം വന്ന് അടിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഓരോ തവണയും. അങ്ങനെ അടിഞ്ഞടിഞ്ഞ് അടിയിൽ കിടക്കും. അതിന് വെയിറ്റ് കൂടുന്നു. പിന്നെ അങ്ങനെ കുറെ വെയിറ്റ് ആകുന്നു. മേളിലോട്ട് ഓരോ തവണ വന്നടിയുമ്പോഴും താഴത്തേന് വെയിറ്റ് കൂടുന്നു അല്ലെ. അങ്ങനെ പതുക്കെ വന്നതിന് ശേഷം എന്ത് സംഭവിക്കുന്നു? ഈ അടിയിൽ കിടക്കുന്ന വസ്തു ചിലപ്പോൾ ദ്രവിച്ചു പോകാത്ത സാധനങ്ങൾ ഉണ്ടാകും. നെയ്ജൽ, ദ്രവിച്ചു പോകാത്ത വസ്തുക്കൾ ഉണ്ടാകും. ഈ എല്ല്, അതിന്റെ ബോൺസ് ഒക്കെ സാധാരണ യൂഷ്വലി പെട്ടെന്നൊന്നും ദ്രവിച്ചു പോകത്തില്ല അല്ലെ. അത് അവിടെ കിടന്ന് കേടുപാട് സംഭവിക്കാതെ പിന്നെ അത് റോക്സ് ആയി മാറും. മൊത്തത്തിൽ ഇതെല്ലാം റോക്സ് ആകുമല്ലോ. കുറെ വർഷങ്ങൾക്ക് ശേഷം ഈ റോക്സ് നമ്മൾ എന്തെങ്കിലും ആവശ്യത്തിന് ഇങ്ങനെ കുഴിച്ചൊക്കെ എടുത്തിട്ട് ഉപയോഗിക്കുമ്പോൾ, അത് പീസ് കട്ടാക്കുമ്പോൾ അതിന്റെ ഉള്ളിൽ കാണാം ഈ അനിമൽസിന്റെ ഒക്കെ, ഡെഡ് അനിമൽസിന്റെ പ്ലാന്റ്സിന്റെ ഒക്കെ പാർട്സ്. അതിനാണ് നമ്മൾ ഫോസിൽ എന്ന് പറയുന്നത്. ഓക്കെ, അതിൽ നിന്ന് പെട്രോളിയം ഉണ്ടാകും, ഡീസൽ ഉണ്ടാകും, ഫ്യൂവൽസ് ഉണ്ടാകും. ഓക്കെ, എല്ലാം ഇങ്ങനെ വഴി പെട്രോളിയം, ഡീസൽസ്, കോള്, ഫോസിൽ ഫ്യൂൽസ് ഇതെല്ലാം ഉണ്ടാകുന്ന ഈ ഡെഡ് അനിമൽസും പ്ലാന്റ്സിൽ നിന്നുമാണ്. പക്ഷെ 1-2 വർഷം കൊണ്ടല്ല. ഇറ്റ് വിൽ ടേക്ക് hundreds and thousands of years to form into fossil. ഫോസിൽ ആകുന്നതിന് വേണ്ടിയിട്ട് അത്രയും കാലങ്ങൾ എടുക്കും. നമ്മളൊക്കെ ഫോസിൽ ആകുന്നത് എപ്പോഴായിരിക്കും? ഒരു 1000 years കഴിഞ്ഞിട്ടായിരിക്കും. ഓക്കെ, once we also will become fossil. പെട്രോളിയം, ഡീസൽ ഉണ്ടല്ലോ. ഈ ഫോസിലെ മനുഷ്യന്മാരെ അങ്ങനെ ചത്തിട്ട് മണ്ണിന്റെ അടിയിലായ അങ്ങനെ ആവൂല? യെസ് ആകും. പക്ഷെ 1 വർഷം കൊണ്ട് 2 വർഷം കൊണ്ട് ആകില്ല മോനെ. It will take a long time. Means thousands of years it will take. കേട്ടാ, അതാ ഞാൻ പറഞ്ഞത്. ഞാനും നിങ്ങളും ഒക്കെ ഫോസിൽ ആകുമ്പോൾ ഒരു 500, 600, 1000 ഒക്കെ ഇയേഴ്സ് ആകും. വൺസ് വി വിൽ ബിക്കം, ഒരിക്കലാകും നമ്മളും പെട്രോളിയം ആകും, അല്ലെങ്കിൽ കോൾ ആകും. ഓക്കെ, ശരി. ഗ്രാജുവലി ചേഞ്ച് ഇൻ ടു പെട്രോളിയം. ഇൻ റിഫൈനറീസ് പെട്രോളിയം ഈസ് ഹീറ്റഡ്. റിഫൈനറികളിൽ, അത് എണ്ണ ശുദ്ധീകരിക്കുന്ന സ്ഥലങ്ങളിൽ എന്ത് ചെയ്യുന്നു? അത് ചൂടാക്കി പെട്രോളിയം ചൂടാക്കി അതിൽ നിന്നും പെട്രോൾ തിരിച്ചെടുക്കും, ഡീസൽ തിരിച്ചെടുക്കും, കോൾ മാറ്റിയെടുക്കും, കെറോസിൻ മാറ്റിയെടുക്കും. കെറോസിൻ എന്ന് പറഞ്ഞാൽ എന്താ? മണ്ണെണ്ണ. ഓക്കെ, സോ ഇതെല്ലാം തിരിച്ചെടുക്കും. വാസലിൻ, എന്തുവാ ഈ വാസലിന് അറിയാവോ? കൊറോണയുടെ വാക്സിൻ അല്ല, വാസലിൻ ആ ചോദിച്ചേ. കറക്റ്റ്. ഇപ്പൊ നമ്മൾ ഈ സമയത്ത് എല്ലാരും കാലൊക്കെ വരഞ്ഞു പൊട്ടാറുണ്ടല്ലേ. അപ്പൊ കാലയിൽ ഒരു സാധനം തേക്കാറുണ്ടോ? സെബോളിനോ അല്ലെ വാസലിനോ ഒക്കെ. അതിന്റെ ബോട്ടിൽ, ഓക്കെ അതിന്റെ ബോട്ടിൽ നിങ്ങളൊക്കെ മെയ്ഡ് ഫ്രം പെട്രോളിയം എന്നൊക്കെ എഴുതിയിട്ടുണ്ടാകും. ഓക്കെ, ഏഞ്ചൽ എടുക്കാൻ പോയേക്കണോ?
അത് തന്നെ. ഏഞ്ചൽ ഈസ് ഷോയിങ് വാസ്ലിൻ. സി അതിൽ എവിടെയെങ്കിലും പെട്രോളിയം എഴുതിയിട്ടുണ്ടോ? നോക്കിക്കേ. ഉണ്ട്. യെസ്. നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ അതൊന്ന് എടുത്ത് നോക്കിയാൽ അറിയാം കേട്ടോ. ഏഞ്ചലെ അതിന്റെ ഒരു അവിടെ എഴുതിയേക്കുന്ന അതിന്റെ ഒരു ക്ലിയർ ആയിട്ടുള്ള ഫോട്ടോ എടുത്ത് നമ്മുടെ 5th ഗ്രൂപ്പിലേക്ക് പോസ്റ്റ് ചെയ്തേരേ. ഓക്കെ, ആഫ്റ്റർ ദ ക്ലാസ്. ശരി. സോ വാസ്ലിൻ ആൻഡ് പാരഫിൻ വാക്സ് ഫോർ മേക്കിംഗ് ക്യാൻഡിൽസ്. ക്യാൻഡിൽസ് ഉണ്ടാക്കുന്നതിന് ഉപയോഗിക്കുന്നുണ്ട്. മുഹമ്മദ് ഇപ്പൊ തപ്പി കണ്ടുപിടിച്ചെടുത്തോണ്ട് വന്നിട്ടുണ്ട്. ഓക്കെ മുഹമ്മദേ, അതിൽ എഴുതിയിട്ടില്ലേ പെട്രോളിയം എന്നൊക്കെ. വാക്സ് ഫോർ ക്യാൻഡിൽസ്, വാട്ടർ പ്രൂഫ് കാർട്ടൂൺസ് ആൻഡ് പോളിഷ്. വാട്ട് ഇസ് ദ മീനിങ് ഓഫ് കാർട്ടൂൺ? കാർട്ടൂൺ എന്ന് പറഞ്ഞാൽ എന്താ മറ്റേ ടോം ആൻഡ് ജെറിയും പിന്നെന്തായിരുന്നു, എന്താ ഡോറ ബുജ്ജി, അതൊക്കെയാണോ ഇവിടെ ഉദ്ദേശിച്ചേക്കുന്ന കാർട്ടൂണ്? അല്ല, ആ കാർട്ടൂൺ അല്ല ഇവിടെ ഉദ്ദേശിച്ചേക്കുന്നത്. ഹന്ന റോസ, അത് സെബോളിനല്ലേ, വാസലിൻ അല്ലല്ലോ. ഓക്കെ. ഇവിടുത്തെ കാർട്ടൂൺ എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഈ ബൈൻഡ് ബോക്സ് ഇല്ലേ, നമ്മൾ സാധനങ്ങളൊക്കെ കെട്ടിപ്പൊതിഞ്ഞുകൊണ്ട് പോകുന്ന ഒരു ബൈൻഡ് ബോക്സ്, അതിനെ കാർട്ടൂൺ എന്ന് പറയാറുണ്ട്. നിങ്ങളുടെയൊക്കെ വീടുകളിൽ നിന്ന് ദൂര സ്ഥലങ്ങളിലേക്ക് ഇഫ് ദേ ആർ ട്രാവലിംഗ് ഫ്രം വൺ പ്ലേസ് ടു അനദർ, മീൻസ് ഇപ്പം ദൂര സ്ഥലങ്ങളിൽ താമസിക്കുന്ന ഹോസ്റ്റലോ അല്ലെങ്കിൽ ദൂര സ്ഥലങ്ങളിലൊക്കെ താമസിക്കുന്ന വന്നിട്ട് പോകുമ്പോൾ അവർ കുറെ ലഗേജുകളൊക്കെ ഇങ്ങനെ വലിയ കാർട്ടൂണിൽ കെട്ടിക്കൊണ്ട് പോകാറുണ്ട്, ബൈൻഡ് ബോക്സ് അല്ലേ. ഓക്കെ, അതാണ്. അപ്പൊ അങ്ങനെ വാട്ടർ പ്രൂഫ് ആയിട്ടുള്ള, മഴ പെയ്താൽ വെള്ളം അതിനകത്ത് ഇറങ്ങാത്ത രീതിയിലുള്ള വാട്ടർ പ്രൂഫ് ആയിട്ടുള്ള കാർട്ടൂൺസ് ഒക്കെ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് പിന്നെ പോളിഷ്, ഇതിലൊക്കെ നമ്മൾ പെട്രോളിയം ഉപയോഗിക്കാറുണ്ട്. നെക്സ്റ്റ് വൺ ഈസ് കൺസർവേഷൻ ഓഫ് ഫോസിൽ ഫ്യൂൽസ്. ഇവിടെ ഒരു ചിത്രം തന്നിരിക്കുന്നു. നോക്കിയേ, പേജ് 141. പെട്രോളിയം വെൽ ഇൻ ദ സീ. കടലിലെ പെട്രോളിയം വെല്ല്. അപ്പൊ നമ്മുടെ ഇവിടെ ഒന്നും കിട്ടൂല, കണ്ടോ? കടലിൽ പോയിട്ട് എത്ര ആഴത്തിൽ കുഴിച്ചാലാ കിട്ടുന്നത് നോക്ക്. ശരി, ഇവിടെ കടലാക്കാതെ രക്ഷയുള്ളൂ. ശരി. സോ കോൾ ആൻഡ് പെട്രോളിയം വെർ ഫോംഡ് മില്യൻസ് ഓഫ് ഇയേഴ്സ് അഗോ. നോട്ട് 1 or 2 ഇയേഴ്സ്. നമ്മളൊക്കെ പെട്രോളിയം ആകണമെങ്കിൽ മില്യൻസ് ഓഫ് ഇയേഴ്സ് വേണം കേട്ടോ. ഓക്കെ, ഹൗവർ ദേ ആർ ലിമിറ്റഡ് ആസ് ദേ ആർ നോട്ട് ബീങ് റീപ്ലേസ്ഡ്. നമുക്കറിയാം ഈ പെട്രോളിയം എന്നൊക്കെ പറയുന്ന സാധനം നമ്മൾ എടുക്കുന്നതിനനുസരിച്ച് തീർന്നു പോകുന്നതാണ്. ഫോർ എക്സാമ്പിൾ, if you keep water in a jug or in a pot and if you drink that in between and all, the water will be over. Morning when you come to school, you will bring a bottle of water in your water bottle, isn't it, to drink. By evening it will be over. How? You'll be going on drinking in between, isn't it? Okay, like the same way petroleum will be finished one day. പെട്രോളിയം തീർന്നു പോകും. കാരണം നമ്മൾ എടുക്കുന്നതിനനുസരിച്ച് തീർന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് ചത്തുപോകുന്ന അനിമൽസിന്റെയും പ്ലാന്റ്സിന്റെയും ഒന്നും ഫോസിലിൽ നിന്ന് അങ്ങനെ എങ്ങനെ അത് പെട്രോളിയം ആകില്ല. ഇറ്റ് വിൽ ടേക്ക് മില്യൻസ് ഓഫ് ഇയേഴ്സ്, ആയിരക്കണക്കിന് വർഷങ്ങൾ, മില്യൻസ് ഓഫ് ഇയേഴ്സ് കഴിഞ്ഞെന്നാൽ മാത്രമേ അത് പെട്രോളിയം ആയിട്ട് മാറുകയുള്ളൂ. ഇറ്റ് വോണ്ട് ചേഞ്ച് ഇൻ ടു പെട്രോളിയം ഓർ ഫോസിൽ ഫ്യൂൽ ഓർ കോൾ ആൻഡ് ഓൾ വിതിൻ 1 or 2 years. So we should be very careful while using the petroleum and diesel and all. Petroleum items എല്ലാം യൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം. ഇത് തീർന്നുകൊണ്ടിരിക്കുക, ഇനി ആയി വരണം, കാലങ്ങൾ എടുക്കും, ഒരുപാട് നാളുകൾ കൊണ്ട് ഇതായി വരുള്ളൂ. ഓക്കെ, so they are limited as they are not being replaced. They will not last very long if we keep on using them at the fast pace as we are using them today. ഇന്നത്തെ കാലത്ത് നമ്മൾ ഉപയോഗിക്കുന്ന പോലെ എല്ലാ വീടുകളും 3-4 വണ്ടിയൊക്കെ ഉണ്ട് ഇപ്പോൾ. Almost in everybody's house. Muhammad, how many vehicles are there in your house? All 2 are there. Hannah, how many vehicles are there in your house? 1. Rashmi Priya? ലക്ഷ്മി പ്രിയയുടെ വീട്ടിൽ 2 വണ്ടി ഇല്ലേ? ഇല്ല. ഓക്കെ, അങ്ങനെ കുറെ പേരുടെ വീടുകളിൽ 2, 3, 4 വണ്ടികളൊക്കെ ഉണ്ട്. അച്ഛനൊരെണ്ണം, അമ്മയ്ക്കൊരെണ്ണം, ചേട്ടനൊരെണ്ണം, ചേച്ചിക്കൊരെണ്ണം, അല്ലേ? അങ്ങനെ. ഓക്കെ, ലൈക്ക് ദിസ് വേ ഇഫ് യു ആർ യൂസിങ് കണ്ടിന്യൂസ്ലി ലൈക്ക് ദിസ് ദ പെട്രോളിയം ആൻഡ് ഓൾ, ഇറ്റ് വിൽ ബി ഓവർ വെരി ഫാസ്റ്റ്ലി ആൻഡ് വി വിൽ നോട്ട് ഗെറ്റ് പെട്രോൾ അഗെയിൻ. പിന്നെ കാലങ്ങൾ എടുക്കും, വർഷങ്ങൾ എടുക്കും. ഏഞ്ചലിന്റെ വീട്ടിലെ കണ്ടു. ഓക്കെ, അങ്ങനെ ഒത്തിരി വർഷങ്ങൾ എടുക്കും. നമ്മുടെ ടൈം തീരാറായ മക്കളെ. നമുക്ക് ഇനിയുണ്ടോ? കമ്പ്യൂട്ടർ ഉണ്ടോന്നോ? ഇല്ലല്ലേ? ഓക്കെ, ഇനിയിപ്പോ കട്ടായി.